കൈറ 30യുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. Question 1. What is the device used in air conditioning system? എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ എന്ത് ഡിവൈസാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, കംപ്രസർ. Question 2. What is the name of device in air conditioning system? എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, മാഗ്നറ്റിക് ക്ലച്ച്. Question 3. What is the name of air conditioning? എയർ കണ്ടീഷനിങ്ങിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, കണ്ടൻസർ. Question number 4. What is the name of device? താഴെ കൊടുത്തിരിക്കുന്ന ഡിവൈസിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, എക്സ്പാൻഷൻ വാൽവ്. Question number 5. What is the name of device? ഈ ഡിവൈസിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഇവാപ്പറേറ്റർ. Question number 6. What is the name of device? ഈ ഡിവൈസിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, തെർമോസ്റ്റാറ്റിക് സ്വിച്ച്. Question number 7. What is the boiling point of refrigerant R134a? R134a റെഫ്രിജറൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 26.5 degree Celsius. Question number 8. What should be the high airflow rate permitted while doing performance checking in automobile AC system? ഓട്ടോമൊബൈൽ AC സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന വേളയിൽ അനുവദിച്ചിരിക്കുന്ന കൂടിയ എയർഫ്ലോ റേറ്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 8 kg/min. Question number 9. What is the name of device used in the automobile AC system? ഓട്ടോമൊബൈൽ AC സിസ്റ്റത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഡിവൈസിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ആംബിയൻ്റ് ടെമ്പറേച്ചർ സെൻസർ. Question number 10. Which is not the part of servo motor assembly? സെർവോ മോട്ടോർ അസംബ്ലിയുടെ പാർട്ട് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എക്സ്പാൻഷൻ വാൽവ്. Question number 11. How much DC supply voltage required for servo motor? ഒരു DC സെർവോ മോട്ടറിന് എത്ര വോൾട്ടേജാണ് ആവശ്യമായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 4.8 volt to 6 volt. Question number 12. Which wire of servo motor connected to power supply? സെർവോ മോട്ടറിൻ്റെ ഏത് വയറാണ് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, റെഡ്. Question number 13. What is the type of heat control system? ഇത് ഏത് ടൈപ്പ് ഹീറ്റ് കൺട്രോൾ സിസ്റ്റമാണ്? ഓപ്ഷൻ സി, വാട്ടർ വാൽവ് ഹീറ്റിംഗ് സിസ്റ്റം. Question number 14. What is the name of part marked as X in the air blending heating system? എയർ ബ്ലെൻഡിംഗ് ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഡെമിസ്റ്റർ. Question number 15. What is the function of magnetic clutch in air conditioning system? എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ക്ലച്ചിൻ്റെ ഫങ്ഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കണക്റ്റ് ആൻഡ് ഡിസ്കണക്റ്റ് ഡ്രൈവ് ടു കംപ്രസർ. Question number 16. What is the function of condenser? കണ്ടൻസറിൻ്റെ ഫങ്ഷൻ എന്താണ്?
Answer option C. Cool the hot refrigerant. Question number 17. Which part of air conditioning system absorbs moisture in the system? ഏത് പാർട്ടാണ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, റിസീവർ. Question number 18. Which part of air conditioning system remove heat from air and transfer to the refrigerant? എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ ഹീറ്റ് എയറിൽ നിന്നും റെഫ്രിജറൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഇവാപ്പറേറ്റർ. Question number 19. Which type of flow mode is selected if outside is dusty and contaminated in car AC system? പുറത്തുള്ള എയർ ഡസ്റ്റി ആണെങ്കിൽ ഏത് മോഡാണ് കാർ എ സി സിസ്റ്റത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുക? ആൻസർ ഓപ്ഷൻ എ, റീസർക്കുലേഷൻ മോഡ്. Question number 20. Which device act as an evaporator temperature sensing switch? ഏത് ഡിവൈസാണ് ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ സെൻസിങ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, thermostatic switch. Question number 21. Where the ambient temperature sensor is located in the vehicle? വാഹനത്തിൽ ആംബിയൻ്റ് ടെമ്പറേച്ചർ സെൻസർ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ബിഹൈൻഡ് ദ ഗ്രിൽ. Question number 22. What is the function ambient temperature sensor in the air conditioning system? എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ആംബിയൻ്റ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഫങ്ഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, മോണിറ്റർ എയർ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് വെഹിക്കിൾ. Question number 23. What is the advantage of using servo motor in air conditioning system? എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ സെർവോ മോട്ടർ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഹൈ സ്പീഡ് ഓപ്പറേഷൻ പോസിബിൾ. Question number 24. Which sensor measures the actual body temperature of passengers? ബോഡി ടെമ്പറേച്ചർ പാസഞ്ചേഴ്സിൻ്റെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഇൻഫ്രാറെഡ് സെൻസർ. Which sensor causes off the outside air inlet or other odors? Answer option B, smoke sensor.